എറണാകുളം ജില്ലയിൽ കാക്കനാട് വികാസവാണി ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കാക്കനാട് മെയിൻ ജംഗ്ഷനിലേക്ക് അഥവാ സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന കാക്കനാട് ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം 6 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്ററുമാണ് വരുന്നത്. വടക്ക് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി നല്ല വീടുകളുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. 2 വാഹനങ്ങൾ ഒരേ സമയം പാസ് ചെയ്യാവുന്ന രീതിയിൽ വിശാലമായ റോഡുകൾ തന്നെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. നീളമേറിയൊരു കോമ്പൗണ്ട് വാളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഇരുവശങ്ങളിലായി നല്ല ഗേറ്റ് ലാമ്പുകളും ചെയ്തിട്ടുണ്ട്. GA ട്യൂബിലാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ വീട്ടുമുറ്റത്തേക്കാണ്. 3 വാഹനങ്ങൾ വരെ നമുക്ക് ഈ വീട്ടുമുറ്റത്ത് സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടാണ്. നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പില്ലർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ വീടിന്റെ മുൻവശത്തായി ഒരു ഗാർഡൻ ഏരിയയൊക്കെ ഒരു വശത്തായി സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി സിറ്റ് ഔട്ടും കയറി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നതും. നല്ല മനോഹരമായൊരു TV യൂണിറ്റും ഒരു ഭാഗത്തായി നൽകിയിട്ടുണ്ട്. LED വർക്കുകളൊക്കെ ഈ ഭാഗത്തായി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പാസ് ചെയ്യുന്ന ഭാഗത്ത് നല്ലൊരു പാനലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. 6ഓളം ആളുകൾക്ക് വരെ സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നതും അതിന് താഴെയായി നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മനോഹരമായൊരു പാർട്ടീഷൻ വർക്ക് നൽകിയാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇരുവശങ്ങളിലായി 3 പാളികളുള്ള വലിയ ജനൽപ്പാളികളും കൂടാതെ ഒരു സിങ്കെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറത്തായി നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിന്റെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നതും. ഫിറ്റിംഗ്സിന്റെ വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ ബാക്കി നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം കടന്ന് നമ്മളിനി നേരെ പോകുന്നത് ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബ് ഈ റൂമിലും കാണാം. മനോഹരമായി തന്നെ ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയർവേയുടെ താഴെയായി ഇൻവേർട്ടർ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. GA ട്യൂബിലാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഫ്ലോറിലായി യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റുമാണ്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ നല്ലൊരു വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഒരു ഷാൻലിയർ ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട്. കൂടാതെ അതൊരു സ്കൈലൈറ്റിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം 120ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെ ഈ മുകളിലായി കൊടുത്തിട്ടുണ്ട്. 3 പാളികളുള്ളൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കൂടാതെ മനോഹരമായൊരു സീലിംഗ് വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഈ റൂമിൽ കാണാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്ക് ഇവിടെ കാണാം. മറ്റു ബെഡ്റൂമുകളിലെ പോലെ തന്നെ 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഈ റൂമിന് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ റൂമും നൽകിയിരിക്കുന്നത്. അവസാനമായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വിശാലമായ യൂട്ടിലിറ്റി ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടോപ്പ് റൂഫ് ഭാഗമെല്ലാം വളരെ മനോഹരമായി തന്നെ ഷീറ്റുകൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനുള്ള പോയിന്റുകളൊക്കെ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്നതും കാണാം. അവസാനമായി നമുക്ക് ഇനി വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്പം ഭാഗം കവേർഡായും ബാക്കി ഭാഗം ഓപ്പൺ സ്പേസുമായിട്ടാണ് ഇവിടെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. GI ട്യൂബിലാണ് ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ടെക്സ്ചർ ഡിസൈനും വർക്കുകളൊക്കെ ഇവിടെ തൂണുകളിലും മറ്റുമായി നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയിലേക്കൊന്ന് പോയി നോക്കാം. കാക്കനാട് ടൗണിനോട് ചേർന്നും കൂടാതെ ഇൻഫോ പാർക്കിലേക്കുമെല്ലാം വീട് നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,05 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ബാങ്കിൽ നിന്നുമുള്ള ലോൺ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്.